അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ മദ്രസയുടെ സമയം മാറ്റത്തിനെ സംബന്ധിച്ച് സമസ്ത വലിയൊരു പ്രതിഷേധം ഒക്കെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ ഏത് ഭരണാധികാരികളും അതിന് അവസാനം കീഴ്പ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ആശയ പാപ്പരത്വം കാരണം പല ആളുകളും ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സംഘടനയുടെ ഉള്ളിൽ നിന്ന് തന്നെ കളിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതൊക്കെ എല്ലാവർക്കും തിരിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതൊക്കെ ഇവിടെയുള്ള മതനിഷേധികൾക്കും മതവിരോധികൾക്കും ഒരു ഏണി മാത്രമാണാകുക. എന്താണെന്ന് വെച്ചാൽ ഉമ്മത്തിൻ്റെ ഐക്യം അത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണെങ്കിലും ഒരു വിഭാഗം ഐക്യത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുമ്പം അതേ ആശയത്തിൻ്റെ ആളുകൾ തന്നെ അതിന് എതിർ നിൽക്കുന്നു. ഒക്കെ സമസ്തൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഐക്യത്തിന് ആഹ്വാനം സമസ്തയെന്നാണ്, അതിനെതിരും സമസ്തയെന്നാണ്. അത് രാഷ്ട്രീയത്തിന് കൂട്ടുപിടിച്ചോ അല്ലാതെ എങ്ങനെ ആവട്ടെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു, എന്നാൽ സമസ്തൻ്റെ യഥാർത്ഥ ആശയം ഞങ്ങളിലാണുള്ളത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വാർഷികം ആഘോഷിക്കുന്നതിൽ 100-ാം വാർഷികം ഞങ്ങൾക്ക് മാത്രമേ ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു കടുംപിടുത്തം. അത് വേറെ. അതല്ല, അത് ഞങ്ങളാണ് ആഘോഷിക്കുന്നത്, ഞങ്ങളാണ് അതിൻ്റെ ആശയങ്ങളിലുള്ളത് പറഞ്ഞിട്ട് വേറെ. ഇങ്ങനെ 100 ഒരു ചെറിയ വയ്യിൽ തുപ്പി ഏതുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇതൊന്നും ഒരു ജനമധ്യത്തിൽ ഒന്ന് വിഷയാക്കേണ്ട കാര്യമല്ല. സമസ്തൻ്റെ വാർഷികം 100-ാം വാർഷികം AP സമസ്തയാണെങ്കിൽ ഓല് ആഘോഷിക്കണതിന് ഇപ്പോൾ മറ്റുള്ളവരതിന് ചാടി കളിച്ചിട്ടൊരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവരുണ്ടാക്കുന്ന എല്ലാ സംരംഭങ്ങളെയും EK വിഭാഗം എതിർത്ത പാരമ്പര്യമേ AP വിഭാഗം ഉണ്ടാക്കുന്നതിന് മുഴുവനും എതിർത്ത പാരമ്പര്യമേ നോളജ് സിറ്റി അത് ഉണ്ടാവില്ല, സ്വപ്നലോകത്താണ് അത് അവരുണ്ടാക്കി. എന്നാലും നമ്മളിപ്പോൾ ആരിവിടെ എന്ത് കാര്യങ്ങൾ നടത്തുകയാണെങ്കിലും ഇവിടൊക്കെ സമുദായത്തിനെയാണ് ഈ പഴിയാക്കപ്പെടുന്നത്. സമുദായത്തിനെ ഇവിടെ എന്താക്കുകയാണ്, അതിൻ്റെ തട്ടകമാക്കിയിട്ട് ഈ സമുദായത്തിനെ പഴിചാരിക്കൊണ്ട് എന്താണ് എല്ലാവർക്കും ഇതിൻ്റെ കെടുതി അനുഭവിക്കുന്നൊരു സാഹചര്യം വരുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിച്ച് സമസ്തൻ്റെ വാർഷികം അതൊരു ദിവസമല്ലേ ഉണ്ടാവുകയുള്ളൂ. സമസ്ത ഉണ്ടായിട്ട് ഇപ്പോൾ 100 കൊല്ലം ഒക്കെ ആയി എന്ന് പറഞ്ഞു. അതിപ്പോൾ ആഘോഷിക്കണമല്ലോ ആഘോഷിക്കട്ടെ, ആഘോഷിക്കാത്തവരോ ആഘോഷിക്കാതൊക്കെ ഉണ്ടായിപ്പോൾ അതൊന്നും ഒരു നിർബന്ധമുള്ള കാര്യമല്ല. എന്നാൽ ആശയത്തിൽ നിന്ന് നമ്മൾ തെന്നിപ്പോകുന്നുണ്ടോ അല്ല എന്നുള്ളത് നോക്കേണ്ട സാഹചര്യം ആർക്കുമില്ല. ബഹുമാനപ്പെട്ട ഈക്കൻ്റെയും കണ്യത്തിൻ്റെയും കാലത്തുള്ള ആശയമൊക്കെ എന്നോ സമസ്തയിൽ നിന്ന് തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഖുർആൻ പരിഭാഷ ഹറാമാണെന്നാണ് EK അവർകൾ പറഞ്ഞത്. എന്നതുപോലെ തന്നെ കണ്ണിയത്ത്, സദഖത്തുൽ ഉസ്താദ് ഒക്കെ ഒരേ ആശയത്തിലായിരുന്നു, ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന്. ഇപ്പോൾ ഇത്ര സുന്നികൾ സമസ്തൻ്റെ പേരിൽ തന്നെ ഉള്ള ആളുകൾ അടിച്ചിറക്കി വെക്കുന്ന, അപ്പോൾ ആശയത്തിൽ നിന്നോ വ്യതിചലിച്ചില്ലേ. അപ്പോൾ ആശയം കൊണ്ടാണെങ്കിൽ ആരാണ് അതിന് അർഹർ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ എന്താണ്, ഇവിടെ ഈ മഹാന്മാർ ഇവിടെ മുമ്പ് കാണിച്ചു തന്ന സമസ്തൻ്റെ യഥാർത്ഥ രൂപം, ആ രൂപത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പം ജനങ്ങളുടെ ഇടയിലുള്ള പേടി അവരിൽ നിന്നില്ലാതെയാകും. യഥാർത്ഥ ദീനിൻ്റെ നിയമങ്ങൾ ഇവിടെ കൊണ്ട് നടക്കുന്ന ആളുകളെ എന്നും എല്ലാവരും പേടിക്കും. അപ്പം എന്താ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ സമസ്ത മുമ്പ് പാസ്സാക്കിയ പല നിയമങ്ങളും അതിനെതിരെ കൊഞ്ഞനം കുത്തുന്ന ഒരവസ്ഥ ഇപ്പം കാണുന്നത്. അപ്പോൾ മുമ്പ് പഴയ കാലത്ത് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ലായിരുന്നു, അത് എഴുത്ത് പഠിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ യുക്തിവാദികൾ വാദിക്കുമ്പോൾ, എന്നാൽ ദീനിൻ്റെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ ഈ ഖുർആന്, പരിശുദ്ധമായ ഖുർആൻ, ഇതൊക്കെ പരിഭാഷപ്പെടുത്തി അലങ്കോലപ്പെടുത്തലാണെന്നൊക്കെ EK പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ EKൻ്റെ ആളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ അതിനെപ്പോഴും ന്യായീകരിക്കുന്നുണ്ട്. എന്നാൽ ജിഫ്രി തങ്ങളൊക്കെ അഭിപ്രായത്തിൽ അത് പറ്റൂല, പാടില്ല എന്നുള്ളതാണ് ഷെയ്ഖുന പറയുന്നത്, മൂപ്പര് പറയലുണ്ടെങ്കിലും കുറേ ആളുകൾ ചെറുപ്പക്കാർ എന്ത് ചെയ്യാണ് ഇപ്പോൾ ഈ അതിന് വഴി വെച്ച് കൊടുത്തുകൊണ്ട് അങ്ങനെ ഖുർആൻ തിരിയണമെങ്കിൽ അതന്നെ മാർഗം, ഇതാണ് മാർഗം,
എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചിലർ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇവരെ ഈ യുക്തിവാദികളും മറ്റുള്ളവരും മനസ്സിലാക്കുന്നത് ഇതാണ് ഖുർആൻ എന്നാണ്. വഹാബികളോട് പരിഭാഷപ്പെടുത്തി അതിൽ അവർക്കനുസരിച്ച് അവരെഴുതി. ഇപ്പോൾ അമാനി മൗലവിൻ്റെ വലിയ വലിയ പരിഭാഷ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്നിട്ട് യുക്തിക്കനുസരിച്ച് ഒരു പരിഭാഷപ്പെടുത്തിയില്ലേ. ഇപ്പോൾ നംലത്ത് എന്ന് പറഞ്ഞാൽ കബീലയാണ്, അല്ലാതെ ഒരു എറുമ്പ് സംസാരിച്ചു എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ അത് ബുദ്ധിക്ക് യോജിക്കൂല അറിഞ്ഞാണ്ടും. എന്നപോലെ മൂസാ നബി വടി അടിച്ചപ്പം ഈ വെള്ളം അങ്ങോട്ടോട്ട് പിളർന്ന് അതിൻ്റെ അടിയിൽ കൂടെ പോയി. അങ്ങനെ മൂസാ നബി രക്ഷപ്പെട്ടു. ഫിറോൻ എന്താക്കി, മുങ്ങി നശിച്ചു എന്ന് പറയുമ്പോൾ അതൊന്നും പറയുമ്പം വിശ്വസിക്കാൻ ആൾക്കാരെ കിട്ടൂല. വേലിയിറക്കുണ്ടായപ്പം അള്ളാഹുവിൻ്റെ റസൂൽ മൂസാ നബി ഇറങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞ് ഇത്രക്കും മോശമാക്കി പറഞ്ഞത് ഈ പരിഭാഷ വരുത്തിയവിനെയാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആശയം ആദർശം ആരാണോ ഇവിടെ മുറുകെ പിടിക്കുന്നത് അവർ വിജയിക്കും. അത് കുറഞ്ഞ ആളുകളാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും ആരാണെങ്കിലും. അപ്പോൾ ആ ആശയത്തിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ഏവരും തയ്യാറാകുക. അതിപ്പം ഇനി സമസ്ത എന്നുള്ള പേരിലോ സംസ്ഥാനം എന്നുള്ള പേരിലോ എന്ത് പേരിലായാലും വേണ്ടില്ല, ആശയത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് ഇവിടെ എന്തുള്ളൂ, നിലനിൽപ്പുള്ളൂ. അവർക്ക് ആക്കിബത്ത് അങ്ങനത്തെ ആളുകളാണ് മുത്തഖീങ്ങൾ. വല്ല ആക്കിബത്തിൽ മുത്തഖീനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സംസാരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ ഇനിയും ഭിന്നത ഉണ്ടാക്കാതെ ഒരു യോജിപ്പിലെത്താൻ വേണ്ടി എല്ലാവരും യത്നിക്കണമെന്നും അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അയക്കുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.